നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ തട്ടുകടയിൽ നിന്ന് ചിക്കൻ ഫ്രൈ ഒക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് നല്ല പൊടി മസാലയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലത്തെ പൊടി മസാലയൊക്കെ ഉള്ളൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇനി ടൈം ഒന്നും വേസ്റ്റ് ചെയ്യണം, നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയ തട്ടുകട ചിക്കൻ ഫ്രൈ. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇനി പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 തൊട്ട് 20 വരെ, അതായത് എരിവിനനുസരിച്ച് വറ്റൽമുളക് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തണം. എന്നിട്ട് ആ കുതിർത്തിയ വറ്റൽമുളകാണിത്. ഇത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിലിട്ട് കുതിർത്തിയാലാണ് കേട്ടോ അരഞ്ഞ് കിട്ടുള്ളൂ. പിന്നെ നമുക്കൊരു 20 അല്ലി ചെറിയ ഉള്ളി, പിന്നെ 2 വലിയ ചുള വെളുത്തുള്ളി, പിന്നെ ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടി എടുത്തിട്ട് ഇതും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് കുറച്ച് പച്ചക്കുരുമുളകാണ് കേട്ടോ. അത് 2 തണ്ടുണ്ട്. പച്ചക്കുരുമുളകോ അതല്ലെങ്കിൽ കാന്താരി മുളകോ ഏത് വേണമെങ്കിലും ചേർക്കാം, നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാർ അടച്ചിട്ട് ഇതൊന്ന് നമുക്ക് ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അരിയൊന്നും വേണ്ട, ഒന്ന് ചതച്ചതുപോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ചതച്ചെടുത്ത മസാല ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ചിക്കൻ ഞാനിവിടെ ഒരു 2 കിലോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കിലോയ്ക്കുള്ള മസാലയാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചിക്കൻ കുറച്ചാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് മസാല പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഈ മസാല നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അതാകുമ്പോൾ എരിവുണ്ടാവില്ല, നല്ല നിറവും കിട്ടും. പിന്നെ നമുക്കൊരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. പിന്നെ നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർക്കാം. ഈ നാരങ്ങ നീരിന് പകരം വിനെഗറോ അതല്ല എന്നുണ്ടെങ്കിൽ തൈരോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ മസാല എല്ലാം ചിക്കൻ പീസിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ചിക്കൻ പീസ് ശരിക്കും ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ഇച്ചിരി വലിയ കഷ്ണങ്ങളാണ് കേട്ടോ നല്ലത്. അപ്പോൾ വലിയ ലെഗ് പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കത്തി കൊണ്ട് വരയുന്നതിന് പകരമായിട്ട് ഫോർക്കും കൊണ്ട് നന്നായിട്ട് എല്ലായിടവും ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ മസാല തിരുമ്മി പിടിപ്പിക്കുക. അതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇങ്ങനെ മസാലയൊക്കെ തിരുമ്മിയിട്ട് നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു ചൂട് കട്ടിയുള്ള ചീഞ്ചട്ടിയോ അല്ലെങ്കിൽ ഫ്രൈ പാനോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പാത്രം എടുത്ത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി വെളിച്ചെണ്ണയിലേക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി. അതുപോലെ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് ചിക്കൻ പീസസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം 2 സൈഡ് നന്നായി ഫ്രൈ ആക്കി എടുക്കണം. അത് കണ്ടില്ലേ, ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മസാല ഓവറായിട്ട് ഫ്രൈ ആയി പോകരുത്. അപ്പോൾ അത് കണ്ടില്ലേ, മസാല അത്യാവശ്യം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കിടന്നാൽ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ പീസസ് ഫ്രൈ ആക്കി കോരുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ മസാല കോരി മാറ്റണം. മസാല എല്ലാം കോരി മാറ്റണം. അതിന് ശേഷമേ നമ്മൾ ചിക്കൻ കോരി മാറ്റാൻ പാടുള്ളൂ. ചിക്കൻ പീസ് മൊത്തത്തിൽ ഫ്രൈ ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും, പക്ഷെ അതിന് മുമ്പായിട്ട് മസാല ഫ്രൈ ആവും. അപ്പോൾ ചിക്കൻ പീസിൻ്റെ ഒപ്പം മസാല കോരാൻ നിന്നാൽ മസാല കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്കായിട്ട് അത് കോരി മാറ്റണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചിക്കൻ പീസസും കൂടി 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കോരി മാറ്റിയതിന് ശേഷം നമുക്കൊരു പേപ്പർ ടവലിലേക്കോ അല്ലെങ്കിൽ ഡ്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്കോ മാറ്റി വയ്ക്കാം. എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ഡ്രെയിൻ ആയി പോകട്ടെ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ചിക്കൻ കൂടി പല പല ബാച്ചസ് ആയിട്ടിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അതിപ്പോൾ 2 കിലോ ചിക്കൻ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം ബാച്ചസ് ആയിട്ടിട്ട് വറുക്കണം. അപ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് ഒരു പകുതിയൊക്കെ വറുക്കുമ്പോഴത്തേക്കും മസാല കുറച്ചൊക്കെ കരിഞ്ഞ് ഇങ്ങനെ എണ്ണ കിടക്കുന്നുണ്ടാവും, പിന്നെ കരിമണം വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് നമുക്ക് എണ്ണ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഇങ്ങനെ 2 കിലോ വറുത്തതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് എണ്ണ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ തട്ടുകട ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.